بسم الله الرحمن الرحيم. عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وآله وصحبه الفائزين برضا الله. സ്നേഹിതരെ, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ ഉള്ള ഒരു സമയം സ്വഹാബത്ത് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിലുണ്ട്. ആ സമയത്ത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറയുകയാണ്, ഇന്ന റജുലൻ യഅതീകും മിനൽ യമൻ യുഖാലു ലഹു ഉവൈസ് ലാ യദഉ ബിൽ യമനി ഗൈറ ഉമ്മിൻ ലഹു ഖദ് കാന ബിഹി ബയാൽ ഫദഅ അല്ലാഹ ഫഅദ്ഹബഹു അൻ ഇല്ലാ മൗദിഅ ദീനാരി അവി ദിർഹം ഫമൻ ലഖിയഹു മിൻകും ഫല്യസ്തഗ്ഫിർ ലക്കും. യമനിൽ നിന്ന് ഒരാൾ ഇവിടെ വരാനുണ്ട്. അയാളുടെ പേര് ഉവൈസ് എന്നാണ്. അദ്ദേഹത്തിന് അവിടെ ഉമ്മ മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് വെള്ളപ്പാണ്ട് രോഗം ഉണ്ടായിരുന്നു. അത് സുഖപ്പെടുവാൻ വേണ്ടി അള്ളാഹുവിനോട് അദ്ദേഹം ദുആ ചെയ്തു. അള്ളാഹു സുബ്ഹാനഹു വതആല അസുഖം ഭേദമാക്കി കൊടുക്കുകയും ചെയ്തു. ഒരു ദീനാറിലെ അല്ലെങ്കിൽ ഒരു ദിർഹമിൻ്റെ വലുപ്പത്തിലുള്ള ഒരു സ്ഥലം ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗവും സുഖപ്പെടുത്തി കൊടുക്കുകയുണ്ടായി. ആരെങ്കിലും അദ്ദേഹത്തെ കണ്ടുമുട്ടുകയാണ് എങ്കിൽ അദ്ദേഹത്തോട് നിങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കുവാൻ, ദുആ ചെയ്യുവാൻ ആവശ്യപ്പെടണം എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറഞ്ഞു. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിനിടയിൽ ആരും തന്നെ ഉവൈസ് എന്നു പേരുള്ള യമനിൽ നിന്ന് വരുന്ന ആളെ കണ്ടുമുട്ടിയിട്ടില്ല. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്തും അവർ അന്വേഷിച്ചിട്ടുണ്ടാവണം. ഇല്ല. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലമായപ്പോൾ ഒരു ഹജ്ജ് വേളയിൽ യമനിൽ നിന്ന് ഒരുപാട് ആളുകൾ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കുവാൻ വേണ്ടി വന്നിട്ടുണ്ട്. ആ സമയത്ത് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഹൽ ഫീക്കും അഹദുൻ മിൻ ഖറൻ, നിങ്ങളുടെ കൂട്ടത്തിൽ ഖറൻ എന്ന പ്രദേശത്ത് നിന്നുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് വീണ്ടും വീണ്ടും അന്വേഷിച്ചു. യമനിൽ നിന്നുള്ള അങ്ങനെ അന്വേഷിച്ച് അദ്ദേഹം ഖറൻ പ്രദേശത്തുകാരുടെ അടുത്തെത്തി. മൻ അന്തും ഖാലു ഖറൻ, ഞങ്ങൾ ഖറൻ ഗോത്രക്കാരാണ്, അല്ലെങ്കിൽ ഖറൻ പ്രദേശത്തുകാരാണ്. ഫവഖഅ സിമാമു ഉമറ റളിയല്ലാഹു അൻഹു ഔ സിമാമു ഉവൈസ് റളിയല്ലാഹു അൻഹു, ഉവൈസുൽ ഖർണിയുടെ കയ്യിലുള്ള കടിഞ്ഞാണ് അല്ലെങ്കിൽ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിലുള്ള കടിഞ്ഞാണ് നിലത്തേക്ക് വീണു. ഫനാബലു അഹദുഹുമൽ ആഖറ, അപ്പോൾ അതിൽ ഒരാൾ മറ്റൊരാൾക്ക് ആ സാധനം എടുത്തു കൊടുത്തു. വീണ ആൾക്ക് മറ്റേ ആൾ എടുത്തു കൊടുത്തു. ഇത് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു സമയത്ത് ചോദിച്ചു, മസ്മുഖ്, എന്താണ് താങ്കളുടെ പേര്? ഇസ്മി ഉവൈസ്, ഞാൻ ഉവൈസ് ആണ് എന്ന് പറഞ്ഞു. ഹല്ലക വാലിദത്തുൻ, മാതാവുണ്ടോ? നഅം, മാതാവ് ഉണ്ട്. ഹൽ കാന ബിക മിനൽ ബയാദി ഷൈഉൻ, വെള്ളപ്പാണ്ട് രോഗം ഉണ്ടായിരുന്നോ? അതെ, ഉണ്ടായിരുന്നു. നഅം ഫദഅഉതുല്ലാഹ അസ്സ വജല്ല ഫഅദ്ഹബഹു അന്നി ഇല്ലാ മൗദിഅ ദിർഹമി മിൻ സുറത്തി ലിഅദ്കുറ ബിഹി റബ്ബി. അതെ, ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, എൻ്റെ വെള്ളപ്പാണ്ട് രോഗം അള്ളാഹു സുബ്ഹാനഹു വതആല സുഖപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ഒരു ദിർഹമിൻ്റെ അത്രയും വലുപ്പത്തിൽ സുഖപ്പെടുത്താതെ കിടക്കുന്നുണ്ട്. അതെൻ്റെ പൊക്കിൾ കൊടിയുടെ അടുത്താണ്. അത് എപ്പോഴും എനിക്ക് അള്ളാഹുവിനെ ഓർക്കുവാൻ വേണ്ടി അവിടെ ബാക്കി വെച്ചതാണ് എന്ന്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അന്വേഷണത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഉവൈസുൽ ഖർണി തന്നെയാണെന്ന് ബോധ്യപ്പെട്ടു. ആ സമയത്ത് റസൂലുള്ളാഹി നിർദ്ദേശിച്ചതുപോലെ ഇസ്തഗ്ഫിർലി, താങ്കൾ എനിക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കണം അള്ളാഹുവിനോട് എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അന്ത അഹഖു അൻ തസ്തഗ്ഫിറ ലി അന്ത സ്വാഹിബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾ അള്ളാഹുവിൻ്റെ അഹഖു അൻ തസ്തഗ്ഫിറ ലി അന്ത സ്വാഹിബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ സ്വഹാബിയാണ്. പാപമോചനം ചോദിക്കാൻ ഏറ്റവും നല്ലത് താങ്കളാണ്. അതുകൊണ്ട് താങ്കളാണ് എനിക്ക് പാപമോചനം ചോദിക്കേണ്ടത് എന്ന് മഹാനായ ഉവൈസുൽ ഖർണി റളിയല്ലാഹു അൻഹു തിരിച്ച് അങ്ങോട്ട് പറഞ്ഞു. പക്ഷേ മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ സമയത്ത് നേരത്തെ മദീനയിൽ വെച്ച് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ആ ഹദീസ് ഓർമ്മിപ്പിച്ചു. യമനിൽ നിന്ന് ഉവൈസ് എന്ന് പേരുള്ള ഒരാൾ വരാനുണ്ട്. അദ്ദേഹത്തിൻ്റെ മാതാവ് മാത്രമാണ് ജീവിച്ചിരിക്കുക. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ വെള്ളപ്പാണ്ട് ബാധിച്ച് അസുഖം
ദുആ ചെയ്ത് സുഖപ്പെട്ടിട്ട് ഒരു ഭാഗം മാത്രം ബാക്കിയുണ്ടാകും. ഈ അടയാളങ്ങളെല്ലാം ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്, റസൂലുള്ളാഹി താങ്കളോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് വേണ്ടി. ആ സമയത്ത് മഹാനായ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ഫസ്തഗ്ഫറ ലഹു ഉവൈസ്, പാപമോചനം അർത്ഥിച്ചു എന്നാണ്. നോക്കൂ നിങ്ങൾ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവചനം പുലർന്നത്. ചരിത്രത്തിൻ്റെ ബാക്കി ഭാഗം ഇങ്ങനെ വായിക്കാം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചു, ഐന തുരീദ്? അൽ കൂഫ. ഹജ്ജ് കഴിഞ്ഞാൽ എങ്ങോട്ടാണ് നീ പോകുന്നത്? ഞാൻ കൂഫയിലേക്കാണ്. അല അക്തുബു ലക ഇലാ ആമിലിഹ, എന്നാൽ അവിടുത്തെ ഗവർണർക്ക് ഞാൻ എഴുത്ത് വിടാം, അദ്ദേഹത്തിന് താങ്കളെ സഹായിക്കാൻ സാധിക്കും എന്ന്. അഖൂനു ഫി ഖുബറാ ഇന്നാസി അഹബ്, എനിക്ക് അങ്ങനെയുള്ള സഹായങ്ങളൊന്നും ആവശ്യമില്ല, ഞാനൊരു സാധാരണക്കാരനായി ജീവിച്ചോളാം എന്നർത്ഥം. ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചുപോയി കൂഫയിൽ താമസമാക്കി. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലം വരെ അദ്ദേഹം ജീവിച്ചു എന്ന് കാണാം. ആ അതിൽ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് നടന്ന സിഫീൻ യുദ്ധത്തിൽ അദ്ദേഹം പങ്കെടുക്കുകയും ആ യുദ്ധത്തിൽ അദ്ദേഹത്തിന് ശാരീരികമായി പരിക്കേൽക്കുകയും അദ്ദേഹം അങ്ങനെ വഫാത്താവുകയും ചെയ്തു എന്നുണ്ട്. മുത്ത റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണണമെന്ന് അതിയായി ആഗ്രഹിച്ചിരുന്നു ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു. പക്ഷേ മാതാവിനെ പരിചരിച്ചുകൊണ്ട് കൂഫയിൽ യമനിൽ തന്നെ നിൽക്കുന്നത് കാരണമായിട്ട് ബഹുമാനപ്പെട്ടവർക്ക് മദീനയിൽ വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടിട്ട് സ്വഹാബി എന്ന ആ മഹത്തായ പദവിയിലേക്ക് എത്തിച്ചേരുവാനുള്ള സൗഭാഗ്യം ഉണ്ടായിട്ടില്ല എന്നാണ് ചരിത്രം കൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.